ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീടും പറമ്പും നിങ്ങളുടെ പേരിൽ എഴുതി കിട്ടിയാ പോരെ? അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. രാജീവില്ലേ അവിടെ? രാജീവിനെ പറഞ്ഞു നിർത്തിക്കൂടെ അവന്റെ അമ്മേ? പിന്നെന്തിനാ അവൻ ആണായിട്ട് നിൽക്കുന്നത്? അമ്മേ, രാജീവേട്ടൻ റിസർച്ചിന്റെ കാര്യം പറഞ്ഞ US-ലാ. രാജീവേട്ടൻ ഇവിടെ നിന്നപ്പോഴും എന്റെ സ്ഥിതി ഇതൊക്കെ തന്നെയാ. അമ്മയോർത്ത് രാജീവേട്ടൻ ഒന്നും പറയത്തില്ല. എന്തായാലും ചേച്ചി ഇവിടെ എത്തിയില്ലേ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അമ്മ, ചേച്ചി അകത്തേക്ക് കൊണ്ടുപോ. എടി, നീ കേറുന്നില്ലേ? ഇല്ല, എനിക്ക് ചിലരെയൊക്കെ തക്കതായ രീതിയിലൊന്ന് കാണാനുണ്ട്. പിന്നത്തേക്ക് വെച്ചാ അതിന്റെ ചൂടങ്ങ് പോവും. രാമേട്ടാ, മോളെ കരയാതെ. മോളെടി, നീ സമാധാനിക്കൂ കുഞ്ഞെ. എന്നെ വിടല്ലേ. ഇല്ല, നോക്ക്, നീ സമാധാനിക്ക്, കരയാതെ. നമുക്ക് എന്തേലും സമാധാനം ഉണ്ടാക്കാം. വാ, കയറ്. രണ്ടുപേരും കൂടെ രക്ഷപ്പെട്ടു പോവാണോ? അത് ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് കുറച്ച് പാടുപെടും. ഞങ്ങളെയൊക്കെ അങ്ങ് മണ്ടന്മാരാക്കിയിട്ട് അങ്ങ് പോവാന്ന് കരുതിയോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങളെവിടെ വീട്ടുതടങ്കലിലാക്കിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ആരുടെ ഒരു ഉദ്ദേശവും നടക്കാനും പോകുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് പൂർത്തിയാക്കണം. അതിനെ നീയൊക്കെ ഇതിനകത്ത് തന്നെ വേണം. കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാക്കി കാണുമല്ലോ അല്ലേ? പിന്നെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിസ്സാരക്കാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വാ, എന്താ എന്താ ഇവിടെ? രണ്ടും കൂടെ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം. കൂടുതൽ വിളച്ചിലെടുത്താലേ ഓടിപ്പോവാൻ പറ്റാത്ത രീതിയിൽ കയ്യോ കാലോ തല്ലി ഓടിച്ചിട്ടേക്ക്. അയ്യോ, കാലൊടിച്ചാലും കൈ ഒടിക്കല്ലേ, പ്രത്യേകിച്ച് ഇവന്റെ വിരൽത്തുമ്പിലാ എന്റെ 15 കോടി ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഒരു ക്ഷീണവും സംഭവിക്കാതെ നോക്കേണ്ട എന്റെ ഉത്തരവാദിത്വമാ. രണ്ടിന്റെയും കാല് തല്ലി ഓടിച്ച് അകത്തുകൊണ്ടുപോയി കിടത്തടാ. ഇനി രണ്ടും അവിടെ എഴഞ്ഞു നടക്കട്ടെ. അയ്യോ, ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഞങ്ങൾ ഇനി ഒരിടത്തേക്ക് പോയില്ല. ഇതിനകത്ത് തന്നെ കിടന്നോളാം. വീട് ഇതിനകത്ത് തന്നെ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാടി? പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് തരണം.
ഒപ്പ് വീഴുന്ന നിമിഷം രണ്ടുപേർക്കും ഇവിടെ നിന്ന് പോകാം. അരുത്. തൊട്ടുപോരുത്. കുഞ്ഞേച്ചി, വാ ഇങ്ങോട്ട് വാ. നടക്ക്. എന്റെ വീട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീടും പറമ്പും നിങ്ങളുടെ പേരിൽ എഴുതി കിട്ടിയാ പോരെ? അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. പക്ഷേ ഇവരെ രണ്ടുപേരെയും വെറുതെ വിടണം. അപ്പോ ഒടുവിൽ നിനക്ക് ബോധോദയം ഉണ്ടായല്ലേ? ഇനിയും ഇവരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ ചെയ്തു തരാം. നമുക്ക് ഇത് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാ മതി. എഴുതി കൊടുത്തേക്ക്. ഞാൻ നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടമായി തന്നെ ഇരിക്കട്ടെ. കുഞ്ഞേച്ചി, നമ്മുടെ ഈ വീട് നമ്മളായിട്ട് എന്നെ കളയണമെന്നാണോ പറയുന്നത്? വിധിയുള്ളതേ നമുക്ക് ഉതകും മോളെ. ഈ വീടും പറമ്പും നമ്മളുമായിട്ട് ചേരുന്നില്ല. നമ്മളുമായിട്ട് ചേരാത്ത വീടിനെ നമുക്കെന്തിനാ? സത്യാമ്മയും അച്ഛനും ഇതെന്തായാലും ഉപേക്ഷിച്ചു. ഇനി ഇത് വെറുതെ കൊടുത്താലും വേണ്ടാന്ന് അവര് പറയുകയും ചെയ്തു. ഇതിന്റെ ഒടയക്കാരായ അവർക്ക് വേണ്ടാത്ത മുതല് പിന്നെ നമുക്കെന്തിനാ? പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് വേറെ ആർക്കും അല്ലല്ലോ, അച്ഛന്റെ അനിയന് തന്നെയല്ലേ. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. കുഞ്ഞേച്ചി, ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനോ. പക്ഷേ ഇത് നിങ്ങളുടെ പേരിലേക്ക് എഴുതി വാങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒരു പ്രശ്നത്തിനും വന്നേക്കരുത്. എന്നെയും എന്റെ കുടുംബക്കാരെയും ഒരു തരത്തിലും ദ്രോഹിക്കാനും പാടില്ല.